ഞാൻ ചേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഇതുവരെ ഞാൻ ഒരിക്കലും സച്ചിൻ്റെ രണ്ടാമത്തെ ആളെ എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടൻ്റെ ആ ഭക്ഷണം ഓക്കെ. അപ്പൊ എന്നോട് അന്ന് ഞാൻ കാർത്തികയുടെ മോൻ്റെ കല്യാണം. അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറി വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ദേ എൻ്റെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം, പല ഭാഗത്തും കേരളത്തിലുള്ള ഭക്ഷണമാണോ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു. ഞാൻ ഭക്ഷണം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് വയതെന്ന് അറിയാമെന്ന് അറിയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നോട് ഹരിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതിന്, അതായത് സൗണ്ട് റെക്കോർഡിസ്റ്റ്, അതായത് രാജുവേട്ടൻ്റെ എല്ലാ സിനിമാ സെറ്റിലും ഭക്ഷണം പ്രധാനമാണ് ആയിരുന്നു. അങ്ങനെ അത് ഞാനൊക്കെ സിനിമ അഭിനയിക്കുന്ന കാലത്ത് 75-76 ആ കാലഘട്ടത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. ഹീറോസിന് മാത്രം ചിക്കൻ ഫ്രൈ അത് ഇത്, അതിൻ്റെ താഴെയുള്ള നമ്മളെപ്പോഴുള്ളവർക്ക് എന്തെങ്കിലും ഒരു ബീഫ് കറി, എന്തെങ്കിലും ഒരു കറി. എനിക്ക് ഏറ്റവും സങ്കടം യൂണിറ്റ് ബോയ്സ് ഇല്ലേ, ലൈറ്റ് ബോയ്സിനൊക്കെ, അന്നങ്ങനെ ബോയ്സ് എന്ന് പറയാം, അവർക്കൊക്കെ ഈ ഇലകളിങ്ങനെ കോർത്ത് വരണമുണ്ടല്ലോ മദ്രാസിൽ, ആ ഇലയിൽ കോർത്തതിനകത്ത് ഒന്നിൽ തൈര് സാദം, ഒന്നിൽ സാമ്പാർ സാദം, അല്ലെങ്കിൽ പുളിയോദര, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. ഇവരിത് കഴിക്കുന്നതാണെന്ന് സങ്കടം വരും. പിച്ചക്കാരിന്ന് കഴിക്കുന്നതായിരിക്കും താഴെ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും സ്വപ്നത്തിൽ പോലും ഇല്ല, എന്തെങ്കിലും പടം എടുക്കുകയാണെങ്കിൽ ഹീറോ കഴിക്കുന്ന ഫുഡായിരിക്കും ഇവർ കഴിക്കുന്നത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഇപ്പം അതൊരു നല്ലൊരു കൈപുണ്യമുള്ള ആളാണ് എന്നെ മെസ്സ് നടത്തുന്ന മോഹൻ എന്നുള്ള എൻ്റെ പടത്തിൻ്റെ. അയാൾ ഞാൻ പറയും ബഡ്ജറ്റ് നോക്കരുത്, ഇതിനകത്ത് മറ്റുള്ള പടങ്ങളിൽ നിന്നും 10-15 ലക്ഷം രൂപ കൂടുതലാകും, പക്ഷേ ഇത് എല്ലാവരും സന്തോഷമായിട്ട് പോകും. അതുപോലെ എല്ലാവരുടെയും അക്കോമഡേഷൻ, എല്ലാവരുടെയും പൈസ എല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യും. അതൊരു സന്തോഷമാണ്. ജോലി കഴിഞ്ഞ് വന്നിട്ട് കൊതുകടിയും കൊണ്ട് ഇങ്ങനെ കിടക്കുക, ഒരു AC റൂം, അവർ സുഖമായിട്ട് ഉറങ്ങട്ടെ, രാവിലെ ജോലിക്ക് വരേണ്ടത്. ചിലരുണ്ട്, ചില മുതലാളിമാർ ഇവിടുന്ന് തിരുവനന്തപുരം നിന്ന് കണ്ണൂർ ഒരു വണ്ടി പോകും, എന്നിട്ട് നമുക്ക് നാളെ രാവിലെ മംഗലാപുരത്ത് പോകാനാണ്, ശരി എന്ന് പറഞ്ഞിട്ട് അവർ AC റൂമിൽ കിടക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങി ഓടിച്ചു വന്ന ആളൊന്ന് ഉറങ്ങണ്ടേ, അയാൾക്ക് AC റൂം കൊടുക്കില്ല, സാധാരണ കൊണ്ട് അയാൾ ആ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങും. അയാൾ രാവിലെ പല്ലി വെച്ച് അവിടെ നിന്ന് ഏതെങ്കിലും ലോക്കൽ അവിടുത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് വരും. അതല്ല, അയാൾക്ക് കംഫർട്ടബിൾ സ്ലീപ്പിന് റൂം എടുത്ത് കൊടുക്കുന്ന അയാൾ നാളെ രാവിലെ ഫുൾ എനർജിയിൽ ഫ്രഷ് ആയിട്ടോ. അയാൾ ഉറക്കം തൂങ്ങിയാൽ ഈ വിറ ഇരിക്കുന്ന മുതലാളി ചാവുന്നുള്ള കാര്യം അവരറിയുന്നില്ല. ആ 1000 രൂപയുടെ ലാഭം നോക്കും, അത് നോക്കാതിരിക്കണം.